ഹായ് നമസ്കാരം. മൂവി വേൾഡ് വിഷ്വൽ മീഡിയ ഒരുക്കുന്ന കോമഡി സ്റ്റാർസ് കോമഡി ഷോ എന്ന ചാനലിലെ മിന്നും താരവുമായി ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. എന്തായാലും ഇന്ന് മിന്നും താരമായിട്ട് എന്നോടൊപ്പം നിൽക്കുന്നത് വേറെ ആരുമല്ല. എനിക്ക് തോന്നുന്നു മദ്യപാനിയായി മലയാള സിനിമയിലേക്ക് ടി കെ രാജകുമാർ സാറിൻ്റെ തത്സമയം ഒരു പെൺകുട്ടി എന്ന ചിത്രത്തിലൂടെ കടന്നു വരികയും എനിക്ക് അധികം വർണ്ണിക്കേണ്ട കാര്യമില്ല. എന്തിനാണ് ഞാൻ വെറുതെ വർണ്ണിക്കുന്നത്? നിൽക്കുന്നു അജീഷ് കോട്ടയം. എന്താ പറഞ്ഞു വരുന്നത്? ഞാൻ കൈ തരില്ല, ഇവിടെ കൈയില്ലല്ലേ. 2-3 മാസമായിട്ട് കൈ കൊടുക്കുന്നില്ല ആർക്കും. ഇത് മാത്രമേ ഉള്ളൂ. ഇത് മറ്റേ കുളത്തിൽ പോയി കുളിക്കുന്നവരുണ്ടല്ലോ. ഇത് എന്താണെന്നറിയോ, എനിക്കില്ല, നിന്റേന്ന് എനിക്ക് കിട്ടുന്നുണ്ടല്ലോ. എനിക്ക് ഒരിക്കലും വരില്ല. ഞാൻ മറ്റേ ഇതൊക്കെ വാക്സിൻ ഒക്കെ എടുത്താൽ ഞങ്ങൾക്ക് 18 വയസ്സ് കഴിഞ്ഞവർക്ക് വാക്സിൻ എടുക്കാമല്ലോ. നിങ്ങൾക്ക് 65 വയസ്സായല്ലോ. നിങ്ങൾ എടുത്തില്ലേ? ഞാൻ ആദ്യം എടുത്തായിരുന്നു. 65 വയസ്സിന് അമ്മയുടെ കൂടെ എടുത്തായിരുന്നു. 65 വയസ്സ്. ഞാൻ 18 വയസ്സാണ്. എനിക്ക് കുഴപ്പമില്ല. ഓക്കെ ചേട്ടാ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖമാണോ? വിശേഷം എന്നാ ഇങ്ങനെ പോണ്. ലോക്ക്ഡൗൺ ഒക്കെ ആയിരുന്നു. നമ്മുടെ കൊറോണയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോന്നു. അതിന്റെ കൂട്ടത്തിൽ ഇതിനിടയ്ക്ക് ഒരു 4 പടം ചെയ്തു. ഓ, കൊറോണ സമയത്ത് സിനിമ ചെയ്ത് ആകെ കേരളത്തിലെ ഏക ആർട്ടിസ്റ്റ് മമ്മൂക്ക പോലും ഇത്രയും ചെയ്തില്ല. മമ്മൂക്ക കണ്ട് ഒരു സിനിമ ചെയ്ത്. ആ സിനിമയുടെ വിശേഷം ഒന്ന് കേൾക്കാം. ഏതൊക്കെയാണ്? ഒന്നെന്ന് പറഞ്ഞാൽ റാഫി എന്ന് പറഞ്ഞൊരു സുഹൃത്തുണ്ട്. നമ്മുടെ ഗൾഫിലായിരുന്നു. ഇപ്പോൾ ഇവിടെ നാട്ടിൽ വന്നു. പുള്ളിക്ക് ഭയങ്കര ഒരു എന്നാ പറയുക, ഒരു സിനിമ മോഹം ആയിട്ട് നടക്കുന്ന ഒരാളാണ്. അദ്ദേഹം ഒരു ടീം ഉണ്ടാക്കി. അദ്ദേഹത്തിന്റെ ആ ഒരു കെയർ ഓഫിൽ ഒരു പാടം പൂത്ത കാലം എന്ന് പറഞ്ഞ സിനിമയാണ് പടത്തിന്റെ പേര്. അദ്ദേഹം തന്നെയാണ് നായകൻ. മോഹൻലാൽ ഫാൻസിന്റെ കഥ പറയുന്ന ഒരു സിനിമയാണ്. 2 നമ്മുടെ കോട്ടയത്ത് തന്നെ ഉള്ള ബിനോയ് ചേട്ടൻ എൻ്റെ ഒരു വലിയ അടുത്ത സുഹൃത്താണ്. എൻ്റെ ഷാജൻ ചേട്ടനൊക്കെ വലിയ അടുത്ത സുഹൃത്താണ്. അദ്ദേഹം ഡയറക്റ്റ് ചെയ്ത സിനിമ പേര് മോസ്കോ കവല എന്നാണ്. അല്പം രാഷ്ട്രീയം പറയുന്ന ഒരു സിനിമയാണ് മോസ്കോ കവല. അതിനകത്ത് ടൈറ്റിൽ കഥാപാത്രം ചെയ്യുന്നത് ബാബു നമ്പൂരി സാറാണ്. അപ്പോൾ സാറിൻ്റെ മോൻ്റെ കൂട്ടുകാരനായിട്ടുള്ള ക്യാരക്ടറാണ് എനിക്ക്. ഇതൊക്കെ കറപ്പിക്കൂടെ. അപ്പോൾ അതിന് വലിയ എനിക്ക് ഇഷ്ടപ്പെട്ടതറിയാം. കറപ്പിക്കൂടാവേ. ഞങ്ങൾ തമ്മിലുള്ളൊരു ബന്ധം അതാണ്. അതാണ് ഇങ്ങനെ വായിന്ന് വീഴുന്നത്. അങ്ങനത്തെ ഒരു ക്യാരക്ടർ. അത് നല്ല ഒരു സാധനമായിരുന്നു. അതിനകത്തൊരു പാട്ട് ഞാൻ പാടിയിട്ടുണ്ട്. അങ്ങനെ പിന്നണി ഗായകന്റെ ലെവലിലേക്ക് അങ്ങോട്ട് മാറി ചെറുതായിട്ട് നിങ്ങൾക്ക് അറിയാം. നമ്മുടെ ഷോസുകളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം അജീഷ് ചേട്ടൻ നല്ലൊരു ഗായകൻ തന്നെയാണ്. അജീഷ് ചേട്ടൻ എനിക്ക് തോന്നുന്നു കുറേ പാട്ടുകൾ പാടിയിട്ടുണ്ട്. അത് കുറച്ച് പറഞ്ഞുതരാം. അജീഷ് ചേട്ടൻ ഇപ്പൊ ഈ സിനിമയിൽ പാടിയ പാട്ട് അത് ലിറിക്സ് ഇച്ചിരി പെട്ടെന്ന് കിട്ടത്തില്ലാത്തൊരു സാധനമാണ്. ഓർമ്മയുണ്ടോ? ഞാൻ നോക്കിക്കോട്ടെ. പിന്നെന്താ നീ എന്തിനാ വാട്സപ്പിൽ നോക്കണം? ഞാൻ ലിറിക്സ് നോക്കണമെന്ന്. അല്ല, നിങ്ങളായോണ്ട് എനിക്ക് സംശയമുണ്ട്. ഇയാളത് പോയടാവേ. ആൻസി കൊച്ചറിയാതെ പല സംഭവങ്ങളും ഉണ്ടാവും ഇതിൻ്റെ അകത്ത്. അവള് ഇത് മൊത്തം സെർച്ച് ചെയ്യുന്ന ആളല്ലേ? ആൻസി ചേച്ചി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സ്വന്തം ചേച്ചി കേട്ടോ. അജീഷേട്ടൻ്റെ വൈഫിൻ്റെ പേരാണ്. അതെ. ഒരു മിനിറ്റ്, ഞാൻ ലിറിക്സ് തട്ടപ്പോ ആയിക്കോട്ടെ. ഞാൻ പറയാം, പെൺകുട്ടികളുടെ നമ്പർ ഉണ്ടോ നോക്കട്ടെ. വേണ്ടേ? ഞാൻ അങ്ങോട്ട് വിട്ടേ. അബുദാബി. അജീഷേട്ടൻ ഇപ്പോൾ ഒരു പടത്തിൽ പാടിയേക്കുന്ന പാട്ടാണ് നമുക്കിപ്പോൾ പാടിത്തരാൻ പോകുന്നത്. അത് 4 മതി. ഇത് വേറെ ആൾക്കാർ പാടാൻ വേണ്ടി വെച്ചിരുന്ന പാട്ടാണ്. ഒരു സുഹൃത്ത് ഇതുപോലെ തന്നെ ഒരു ചർച്ചക്കിടയിൽ എന്നിലേക്ക് വന്ന പാട്ടാണ്. വെളുത്തൊരു ചന്ദ്രിക പൂനിലാവേ, കറുകറുത്തൊരു രാവ് നിനക്ക് കൂട്ടുവന്നില്ലേ, കറുകറുത്തൊരു രാവ് നിനക്ക് കൂട്ടുവന്നില്ലേ, ഇരുളു മൂടിയ നിഴലു തിങ്ങി നിൽക്കും വഴിയിൽ നിങ്ങൾ ഇരുവർ തമ്മിലൊന്ന് ചേർന്നില്ലേ എന്ന് പറഞ്ഞിട്ട് എങ്ങനെ പോകണം. അടിപൊളി. അജീഷേട്ടൻ്റെ കുറച്ച് വിശേഷങ്ങൾ നമുക്ക് അറിയണം. അതിന് മുമ്പ് ഒരു ചെറിയ പണി കൊടുത്തിട്ട് തുടങ്ങാം. തുടക്കം ഞാൻ കണ്ടു. മറ്റേ എപ്പിസോഡിലൊക്കെ ഞാൻ കണ്ടു. ഓരോ പണി വെച്ച് കൂടാൻ വെച്ചോണ്ടിരിക്കുന്നതാണോ? ഇതെന്താണ് ആദ്യത്തെ പണി എന്നുള്ളത് എനിക്കറിയാം. അല്ല, ഇതെന്താ, ഞാൻ ആരോടൊന്നും പറയാറില്ല. നിങ്ങൾ വന്നിട്ട് മതി എന്ന് പറയുന്നത്. ഇതിന് പേരിടുന്നുണ്ടോ? എല്ലാവരും പേരിട്ടിട്ടാ പോവാറ്. ആണോ? ഇതിന് ഞാൻ ലാസ്റ്റ് പേരിടാം. അവസാനം കിട്ടുന്ന പണി അനുസരിച്ചിട്ട് ഞാൻ പേരിടാം. ശരി, എടുത്ത് ഇഷ്ടമുള്ളവരോടുത്ത്. ദൈവമേ, കവിത ചൊല്ലുക. അജീഷേട്ടാ, ഈ കവിതയുടെ ഒരു പ്രശ്നമുണ്ട്. എനിക്ക് തോന്നുന്നു അജീഷേട്ടൻ എന്തെങ്കിലും ഒരു ക്രിയേറ്റിവിറ്റി, ഇപ്പം എന്തെങ്കിലും ഒരു കവിത അജീഷേട്ടനായിട്ട് ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും എനിക്ക് തോന്നുന്നു ഏതെങ്കിലും ഷോയിലോ അല്ലെങ്കിൽ CD-യിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും അജീഷേട്ടൻ പാടിയിട്ടുണ്ടാവും. ഒരു കവിത പാടിയിട്ടുണ്ടാവും. അല്ല, നല്ല പാട്ടുകാരനാണല്ലോ. അങ്ങനെ ഏതെങ്കിലും ഒരു കവിത ഇപ്പോൾ ഇവിടെ നിന്ന് ലൈവായിട്ട് ചൊല്ലാൻ പറ്റുമോ? ലൈവായിട്ട് ഞാൻ ഈ എപ്പിസോഡെല്ലാം കണ്ടായിരുന്നു. അതിനോട് ആദ്യം പറഞ്ഞല്ലോ, സായം ചേട്ടൻ്റെ എപ്പിസോഡ്, വിനോദ് ചേട്ടൻ്റെ എപ്പിസോഡ്, വിനോദ് കെടാമംഗലത്തിൻ്റെ എപ്പിസോഡ്. അപ്പോൾ ഞാൻ കവിത എഴുതിണ്ടാക്കിയ ചെറിയ കവിത. സത്യമായിട്ട് ഇത് കണ്ടോ? ഇത് കരുതി വെച്ചേക്കുന്ന സാധനം.
എടാ നീ എന്നെ കാണിച്ചാൽ ഇനി ഒരു രക്ഷയില്ല, നിങ്ങൾ പൊളിക്കാൻ ടാസ്ക് ഞാൻ പൊളിക്കും. ഇതെന്താ സംഭവം? ഇത് കേട്ടോ, ഇത് കേട്ടാ മതി കേട്ടോ. ഇത് കൊത്തിയ പാവനെ കൊണ്ട് വിഷം എന്ന് പറഞ്ഞാൽ ഒരു സാധനമാണിത്. ഇതിൽ ഞാൻ ലാസ്റ്റ് പറയാം ഇത് ആരാ എഴുതിയെന്നുള്ളതൊക്കെ. താരങ്ങളേറെ പിറന്നൊരീ മണ്ണിൽ താരമായി മാറും ഈ സ്നേഹതാരം, ഓർമ്മയും ചിന്തയും ചെറു നർമ്മവും വാർത്തെടുക്കുന്നൊരീ മിന്നും താരം. എന്റെ പൊന്ന്, നമ്മുടെ ഷോയെ കുറിച്ചാണ് എഴുതിയേക്കുന്നത്. അജീഷ് കോട്ട എഴുതിക്കൊണ്ടുവന്നാണ്. അല്ല, ഇത് അജിത്ത് കോഴിക്കോടിനുള്ള. അജിത്താ ഭയങ്കര അവനാണ് ഒരു കൈയ്യടി കൊടുക്കുന്നത്. അജിത്ത് എപ്പിസോഡ് കാണുന്നുണ്ട്. ഒരു കാര്യം മനസ്സിലായി, ഈ സാധനം നമുക്ക് റെക്കോർഡ് ചെയ്യണം. ഇത് മിന്നും താരത്തിന് ഒരു ടൈറ്റിലാക്കി മാറ്റാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും. ഓക്കെ, അടിപൊളി. ഇതിൽ അജീഷേട്ടന്റെ ഫാമിലിയിലേക്ക് ഒന്ന് വരാം. ആരൊക്കെയാണ് വീട്ടിലുള്ളത്? എനിക്കറിയാം, പ്രേക്ഷകർക്ക്. ഭാര്യ ആൻസി, മക്കള് ആൽഫിന. ചേച്ചി എന്ന് പറയുമ്പോൾ തന്നെ ചെറുപേരും കഞ്ഞിയാണ് എനിക്ക് ഓർമ്മ. ആൻസി, മക്കള് ആൽഫിന, രണ്ടാമത്തോളം ആൻഡ്രിയ, രണ്ടുപേരെയും അമ്മു ചിച്ചു എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുന്നു, കുഴപ്പമില്ലാതെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നു. അല്ല, അങ്ങനെ തന്നെ വേറെ ഒന്നുമില്ല. എല്ലാം അവരും അത്രയും അജീഷേട്ടൻ്റെ ഈ ഫീൽഡിന് അവർക്ക് ഇഷ്ടമല്ലേ ഈ ഫീൽഡ്? തീർച്ചയായിട്ടും. അജീഷേട്ടൻ്റെ എന്തെങ്കിലും സ്കിറ്റുകളെ കണ്ടിട്ട് എന്തെങ്കിലും പറയാറുണ്ടോ? എപ്പോഴും പറയാറുണ്ട്. എൻ്റെ ഭാര്യയും എൻ്റെ മൂത്ത മകളും അവർ രണ്ടുപേരും എൻ്റെ ജഡ്ജ് ചെയ്യുന്ന ആൾക്കാരാണ്. ഞാനൊരു എന്താ പറയുക, ഓരോ കാര്യത്തിലും അവരുടേതായ ഒരു അഭിപ്രായങ്ങൾ അവർ രേഖപ്പെടുത്താറുണ്ട്. അത് ഞാൻ മാനിക്കാറുണ്ട്. കാരണം ആ മാനിച്ചേ പറ്റുള്ളൂ. കാരണം വെച്ചാൽ കാലം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ നമ്മുടെ മകൾക്കായിരിക്കും നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കാനും തിരുത്താനും ഒക്കെ പറ്റുന്നത്. അവരുടെ ഒരു റൂട്ട് അതാണല്ലോ. ഒരു എന്താ പറയുക, വേറൊരു കാലഘട്ടം, വേറൊരു ലെവലിൽ വേറൊരു ഇതിൽ സഞ്ചരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർ പറയുമ്പോൾ നമ്മൾ കേൾക്കണം, അനുസരിക്കണം, അത്രയുള്ളൂ. ശരിക്കും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വിഷമം തോന്നിയ നിമിഷവും ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ നിമിഷം ഏതാണ്? വിഷമം തോന്നിയ നിമിഷങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. എന്താണ്? ആദ്യം എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യം ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടാണ് ചോദിക്കുന്നത്. ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടത് ഞാൻ ആദ്യം വിഷമിച്ചത് സ്കൂൾ തലത്തിൽ മിമിക്രിക്ക് ചെയ്തിട്ട് പോലും മെൻഷൻ ചെയ്യപ്പെടാതെ പോയ ഒരു ദിവസമുണ്ട്. അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ വിഷമിച്ചത്, ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടത്. അതായത് സ്കൂൾ തലത്തിൽ ഞാൻ സ്കൂളിൽ നിന്ന് നമ്മുടെ യൂത്ത് ഫെസ്റ്റിവലിൽ എ ഗ്രേഡ് കിട്ടി, മിമിക്രി ഫസ്റ്റ് കിട്ടി. നമ്മൾ ചെല്ലുവാണ്, നമ്മൾ ജില്ലാ തലത്തിൽ മത്സരിക്കാൻ ചെല്ലുമ്പോൾ അവിടെ മെൻഷൻ ചെയ്യപ്പെടാതാകുക എന്ന് പറയുന്നൊരു അവസ്ഥയുണ്ട്. അതായത് എല്ലാവരും ചെയ്തു, ഞാനും ചെയ്തു, കയ്യടി ഉണ്ടായിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നു, നമ്മൾ മെൻഷൻ ചെയ്യപ്പെട്ടില്ല. എന്തായിട്ടാണ് കാണിച്ചത്? അന്നൊക്കെ പണ്ടത്തെ അല്ലേ, എനിക്ക് രാവിലെ സുപ്രഭാതം ഇല്ലടാ, അത് ഭയങ്കര കുപ്പി വെള്ളം നിറയ്ക്കുന്നു പറഞ്ഞിട്ട് അത് കിട്ടൂലടാ. പതിവ് പോലെ ഞാൻ രാവിലെ കിടന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ചെയ്ത് സുപ്രഭാതം. പിന്നെ ഞാൻ വഴി പോകുമ്പോഴായിരുന്നു ട്രെയിൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ട്രെയിൻ പോകുന്ന സാധനം, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ചെയ്തിട്ട് ഒരു സ്റ്റോറി പോലെ അന്ന് ചെയ്യുമായിരുന്നു. അന്നത്തെ മിമിക്രി അതാണ്. അതാണ് അതൊക്കെ ചെയ്യുമായിരുന്നു. അതൊക്കെ ചെയ്ത് വേറെ ആൾക്കാരൊക്കെ കുറേ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് കൂടുതൽ സിനിമാ താരങ്ങളെ അനുകരിക്കുന്നുണ്ട്. ഇതെല്ലാം പോകുന്നുണ്ട് ഈ കൂട്ടത്തിൽ. എല്ലാവരും ഭയങ്കര പ്രതീക്ഷ തന്നു. അതായത് പണ്ടും അജീഷ് കോട്ടയെന്നാണോ പേര്? അല്ലല്ല, അജീഷ് ജോൺ എന്ന് എല്ലാവരും പറയുന്നുണ്ട്. അപ്പൊ ഇറങ്ങി വരുമ്പോഴൊക്കെ പൊളിക്കും കേട്ടോ നീ എന്ന് പറഞ്ഞിട്ടിരിക്കുക. അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ വേറെ പേരൊക്കെ കേൾക്കണം. അയ്യോ, ഒരു പ്രൈസും ഇല്ല, ഒറ്റ ലെൻഷൻ പോലും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് പോട്ടെ, കുഴപ്പമില്ല, ഞാൻ ഇതങ്ങ് ഉപേക്ഷിച്ചേക്കാന്ന് വിചാരിച്ചു. മിമിക്രി എന്ന് പറഞ്ഞാൽ വേണ്ട, ഇത് നമുക്ക് ഈ മെൻഷൻ ചെയ്യുമ്പോൾ നമുക്കൊരു സങ്കടം കിട്ടും. സങ്കടം കിട്ടും, ഈ കോപ്പ് ഇനി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ മാറുക. ആ സമയത്ത് ഞാൻ ഡാൻസൊക്കെ ചെയ്യുന്നുണ്ട്, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. നമ്മൾ വിനോദ് മാഷ് എൻ്റെ മാഷാണ്. അപ്പോൾ വിനോദ് മാഷ് ഞങ്ങൾ ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട്. എന്നെ ഡാൻസ് പഠിപ്പിക്കാൻ വന്നിട്ട് എൻ്റെ അനിയൻ ഡാൻസറായി. ഞാൻ അപ്പോഴും ഇതേപോലെ മിമിക്രി എനിക്ക് അതാണ് താല്പര്യം. എൻ്റെ മൈൻഡ് മുഴുവൻ അതാണ് കിടക്കുന്നത്. ഡാൻസ് കളിക്കുമെങ്കിൽ ആ മെൻഷൻ ചെയ്യപ്പെടാത്ത സ്ഥലത്തു നിന്ന് നമ്മളൊരു TV ആയി, സിനിമയായി,
അങ്ങനെ വരുമ്പോ ഒരു താരമായി മാറി. പിന്നെ ശരിക്കും അത് റിവഞ്ച് തന്നെയായിരുന്നു. അത് അങ്ങനെ ഫൈറ്റ് ചെയ്യാൻ. പിന്നെ അന്ന് സങ്കടപ്പെട്ടത് ഇതിനു വേണ്ടിയായിരുന്നു. സന്തോഷം ഏതാ? സന്തോഷം ഏതാ? സന്തോഷം ഇപ്പോഴല്ലേ? ഇതാണ് സന്തോഷം. അജീഷേട്ടന്റെ സന്തോഷവും സങ്കടവും എന്താണ് നമ്മൾ കേട്ടു. പക്ഷെ അജീഷേട്ടൻ അതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞു, ഡാൻസർ ആണെന്നുള്ളത്. അജീഷേട്ടന്റെ ബ്രദറും കൂടെ ചെയ്തൊരു ഡാൻസ് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ വൈറലായിട്ടുണ്ട്. അതിന്റെ വിശേഷങ്ങൾ ഞാൻ പറയുന്നതിന് മുമ്പ് ചെറിയൊരു പണി നമുക്ക് കൊടുത്തിട്ട് വരാം. നമ്മൾ പണിയെടുത്തിട്ട് വിടുള്ളൂ. എന്താ നോക്കട്ടെ. കുസൃതി ചോദ്യം. അല്ലാതെ പേടിക്കണം, എനിക്ക് അറിയാൻ മേലാത്തൊരു പണിയത്. എന്നോടല്ല ചോദിക്കുന്നത്, ഞാൻ അങ്ങോട്ടാ ചോദിക്കുന്നത്. ആണോ? അതുകൊണ്ട് കുഴപ്പമില്ല. എവറസ്റ്റ് കണ്ടുപിടിക്കുന്നതിന് മുൻപ് ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടി ഏതായിരുന്നു? എവറസ്റ്റ് കുസൃതി ചോദ്യമായിട്ട് ആലോചിച്ചിട്ട് ഉത്തരം പറയാതെ. എവറസ്റ്റ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടി. നമ്മുടെ ക്യാമറമാരൊക്കെ എന്തിനാ നോക്കുന്നത്? നോക്കണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞിട്ടെ, മണ്ടത്തരാണെങ്കിൽ സാനിറ്റൈസർ വരും, കൊറോണനെ കൊല്ലും. തോറ്റെങ്കിൽ തോറ്റെന്ന് പറയാം, ഉത്തരം ഇറങ്ങി പറ. നെടുമുടിയോ? അതെന്ത് കൊടുമുടിയാ? എവറസ്റ്റ് കണ്ടുപിടിക്കുന്നതിന് മുമ്പുള്ള ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടി ആയിരിക്കില്ല, മറ്റവന്റെ കുന്നായിരിക്കും. ഒന്നുമല്ല, എന്തെങ്കിലും ആട്ടെ. എന്താ തോറ്റ്? എവറസ്റ്റ് തന്നെ. എവറസ്റ്റ് അല്ല ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടി. അതാണ് അതിന്റെ ഉത്തരം. അതാണ് നെടുമുടി എന്നൊക്കെ എന്തിനാ പറഞ്ഞേ? അതൊരാൾ പറഞ്ഞു, കുഴപ്പമില്ല. അജീഷേട്ടൻ നന്നായിട്ട് നാടൻ പാട്ടൊക്കെ പാടുമെന്ന് എനിക്കറിയാം. അടുത്ത പണിയൊന്നുമില്ല. മണിച്ചേട്ടനോടൊപ്പം നമ്മൾ മണികിൽക്ക് എന്ന് പറഞ്ഞ പ്രോഗ്രാമായിട്ട് ഒത്തിരി പോയിട്ടുണ്ട്. എനിക്ക് അതൊന്നും അല്ല കേൾക്കേണ്ടത്. അജീഷേട്ടൻ ഭക്തിഗാനങ്ങൾ ഒത്തിരി പാടിയിട്ടുണ്ട്. അത് യൂട്യൂബിലൊക്കെ ഞാൻ അജീഷേട്ടനെ കുറിച്ച് സെർച്ച് ചെയ്തപ്പം അതിൻ്റെ ഒത്തിരി പാട്ടുകൾ. അജീഷ് കോട്ടയെന്ന് അടിച്ചു കൊടുത്താൽ എൻ്റെ സ്കിറ്റുകളല്ല, ആൽബങ്ങളാണ് കൂടുതൽ വരുന്നത്. അതെ, എനിക്കൊന്ന് ഭക്തിഗാനങ്ങൾ പാടുന്നതിൽ അജീഷേട്ടനൊരു ഒരു ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഒത്തിരി പാട്ടുകൾ പാടിയിട്ടുണ്ട്. ഒരു ഏകദേശം 4 ഭാഷയോളം പാടി. അതായത് 4 ഭാഷ പാടി. കന്നഡ, തെലുങ്ക്, തമിഴ്, പിന്നെ മലയാളം നമ്മുടെ ഒരു ഭാഷ തന്നെയാണല്ലോ. അപ്പൊ അങ്ങനെ 4 ഭാഷയിൽ അറിയാവുന്നവർക്ക് മലയാളം പറയാൻ സ്കൂളിൽ പോയിട്ടില്ലാത്തതുകൊണ്ട് നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. 4 ഭാഷയിൽ പാടി. അപ്പൊ എനിക്ക് നമുക്കൊരു 4 ഭാഷ പാടിയതൊന്നും കേൾക്കാൻ പറ്റുമോ? അയ്യോ, അത് ഓർമ്മയില്ല. അതല്ല, തെലുങ്ക്, കന്നഡ അങ്ങനെ അത് വേണ്ട, പാടാൻ പറ്റില്ല. ഒരു ഭക്തിയാണ് ഇഷ്ടമുള്ള. എനിക്ക് ഇഷ്ടപ്പെട്ട അജീഷേട്ടൻ്റെ ഒരു പാട്ടുണ്ട്, മുടിയഴി ചാടിവാ, അങ്ങനെ ഒരു പാട്ടില്ലേ? മുടിയഴി ചാടിവാ, മുല്ലപ്പൂ ചൂടിവാ, മുക്കണ്ണൻ തിരുമകളെ തമ്പുരാട്ടി. മുടിയഴി ചാടിവാ, മുല്ലപ്പൂ ചൂടിവാ, മുക്കണ്ണൻ തിരുമകളെ തമ്പുരാട്ടി. അതുണ്ട്. പിന്നെ കൊടുങ്ങല്ലൂർ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് പാട്ട് പാടിയിട്ടുണ്ട്. ആടാടേ ആടാടമ്മ കൊടുങ്ങല്ലൂരമ്മേ ആടാടേ, ആടാടേ ആടാടമ്മ കൊടുങ്ങല്ലൂരമ്മേ ആടാടേ, നാടാടേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തുടങ്ങിയ ഒരു സാധനം കുഴപ്പമില്ല. അടുത്ത പണി വരാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളൂ. തന്നോണ്ടിരിക്കൂ, എനിക്കതാണ് ഇഷ്ടം. ടങ് ട്വിസ്റ്റർ. ദൈവമേ, ഇത് ഞാൻ പറയുന്നതാണ് കഷ്ടം. ഇവിടെ വന്നിട്ട് എല്ലാവരും ഞാൻ തെറ്റിച്ചു എന്ന് പറയുന്നത്. 8 കുറ്റിയും വരയ്ക്കൂല ഞാനിപ്പോ. അല്ല, ഒന്നുമില്ല. ഞാൻ സ്പീഡ് കുറച്ചായിരിക്കും പറയുന്നത്, അജീഷന് സ്പീഡ് കൊടുക്കും. കാരണം നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ അറിയാം. പൊന്നട നല്ലതായിട്ട് പറയാൻ പറ്റുന്നൊരു സാധനം തന്നെ. ഓക്കെ, ശരി. നിങ്ങൾ ചിരിപ്പിക്കലേ. ഇല്ല. വയറ് വളരുന്നു, വയല് വളരുന്നു. അല്ല, സോറി, തെറ്റിപ്പോയി. സാറില്ല, എനിക്ക് തെറ്റാം. എനിക്കെന്തോ കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ തെറ്റിക്കാൻ പാടില്ല. നിനക്ക് എനിക്കെന്തോ അല്ല, നീ പോയി പഠിച്ചിട്ട്. വയറ് വരളുന്നു, വയല് വളരുന്നു. ഇപ്പോഴും തെറ്റി. ഇല്ല, തെറ്റിയടാ. വയറ് വരളുന്നു. അല്ലല്ല, വരളുന്നു, വയല് വളരുന്നു. നിങ്ങൾ തെറ്റിക്കല്ലേ? നീ അല്ല, കറക്റ്റ്. വയറ് വളരുന്നു. അല്ലല്ല, വയറ് വരളുന്നു, വിശക്കുന്നു. അതാണ് ഉദ്ദേശിക്കുന്നത്. വയറ് വരളുന്നു, വയല് വളരുന്നു, വിത്ത് വളരുകയാണ്, വയല് വളരുന്നു. സ്പീഡ്. ഒരു സ്ഥലത്ത് ഇങ്ങനെ പോകുമ്പോ ഒരു സ്ഥലത്ത് ഇങ്ങനെ വരുന്നുണ്ട്. റെഡി, 1 2 3 സ്റ്റാർട്ട്. വയറ് വരളുന്നു, വയല് വളരുന്നു. നിർത്തല്ലേ? ഇല്ല, വയറ് വളരുന്നു. അല്ല, സോറി, എന്നോട് ഇല്ല, ഞാൻ പറഞ്ഞു. വയറ് വരളുന്നു, വയറ് വളരുന്നു. പയറോ? ഏത് പയറ്? ഇത് പടിഞ്ഞു പൊന്നോടാവേ എന്ന് പറഞ്ഞോട്ടെ. ഇത് വയറ് വരളുന്നു, വയല് വളരുന്നു. സ്പീഡിൽ പറയണേ. 5 പ്രാവശ്യം. ഇത് കൂടാതെ ഇനി വേറെ പണി. വയറ് വരളുന്നു, വളരെ പിന്നെ സാനിറ്റൈസർ തന്നില്ല, അത് നല്ലതാ. തീർന്നില്ലേ ഈ പ്രശ്നം? പറഞ്ഞു ഇല്ല, നടക്കൂല. സാരല്ല, വിട്ടു. വേറെന്തെങ്കിലും ഈസി ആയിട്ടുള്ളത് വരുന്നുണ്ട്. അടുത്തുണ്ട്, 2 മണിയോടുണ്ട്. ഓക്കെ.
ശരി, അജീഷ് ചേട്ടൻ മണിച്ചേട്ടനോടൊപ്പം കുറേ യാത്ര ചെയ്തു. അജീഷ് ചേട്ടൻ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ അജീഷ് ചേട്ടനെ ആദ്യം എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് പ്രശാന്ത് പുന്നപ്പറയുടെ മറ്റൊരു രൂപം അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അജീഷ് ചേട്ടൻ മദ്യപാനിയായിട്ട് വേദിയിൽ വരുന്നതാണ് ഏറ്റവും കൂടുതൽ കണ്ടത് അല്ലേ? ശരിക്കും ആ മദ്യപാനിയായിട്ട് എങ്ങനെയാണ് മാറാനുണ്ടായ ഒരു അതൊരു എന്നാ പറയുക, ഒരു ആരാധനയുടെ പുറത്തുണ്ടാകുന്ന അതാണ് പറയാൻ പറ്റും. പിന്നെ തീർച്ചയായിട്ടും ഞാൻ എല്ലായിടത്തും പറയണതാണ്, നമ്മൾ തമ്മിൽ ഇരുന്ന് തന്നെ സംസാരിച്ചിട്ടുള്ളത്. അതായത് എൻ്റെ അപ്പൻ ഒരു ദിവസം ഒരു CD ആയിട്ട് വരുന്നു, അതിട്ട് കാണുന്നു. എൻ്റെ അപ്പൻ ഡെയിലി ഇത് ഒരു 3-4 തവണ കാണും ഈ ബൈജുവിൻ്റെ സ്കിറ്റ്. പ്രശാന്തന്റെ സ്കിറ്റ് കണ്ടിട്ട് ഇരുന്ന് കാണും, ചിരിക്കും, ഭയങ്കരത. അപ്പോൾ ഇത് കണ്ടിട്ട് എനിക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയത് ഇത് പഠിക്കണം. പണ്ട് ഞങ്ങൾ ഡാൻസ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് VCP VCR ഒക്കെ ഉള്ള സമയത്ത് VCP എടുത്ത് വാങ്ങിച്ചോണ്ട് വന്ന് വാടകയ്ക്ക് എടുത്ത് വീഡിയോ കാസറ്റുള്ള സമയം. അപ്പോൾ ആ സമയത്ത് അല്ല, പ്രശാന്തേട്ടൻ്റെ CD ഇത് ഇറങ്ങിയപ്പോൾ CD ആയി. ഞങ്ങൾ ഡാൻസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രഭുദേവയുടെ വിഷ്വല് അല്ലെങ്കിൽ വീഡിയോ ഡാൻസ് ഒക്കെ കണ്ടിട്ട് ഇത് സ്ലോ മോഷൻ അടിച്ചിട്ട് ഇത് എങ്ങനെയാണ് സ്റ്റെപ്പ് പോണത് ഇതൊക്കെ പിടിച്ച് കറക്റ്റായിട്ട് അത് നോക്കി ചെയ്യും. ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ ഈ CD കണ്ടിട്ട് ഈ CD വെച്ചിട്ട് സ്ലോ മോഷൻ അടിച്ചിട്ട് ഈ പ്രശാന്തേട്ടൻ്റെ ഓരോ മാനറിസങ്ങള്, ഓരോ കാല് പോണത്, കൈ പോണത്, ഇത് ഉൾപ്പെടെ കംപ്ലീറ്റ് പഠിച്ചെടുത്തിട്ട് ഞങ്ങൾ തന്നെ വെറുതെ ഒരു പരീക്ഷണത്തിന് ഞങ്ങളുടെ ഡാൻസ് ടീമിൻ്റെ പ്രോഗ്രാമിനിടയ്ക്ക് ഒരു അരമണിക്കൂർ ടൈം എൻ്റെ കൂട്ടത്തിൽ തന്നെയുള്ള ബിജു ചെറിയാൻ എന്ന് പറഞ്ഞ ബിജു ചോദ്യം ചോദിക്കുകയും ഞാൻ അഭിനയിക്കുകയും ചെയ്യണം. അവിടെ ഭയങ്കര സംഭവമായി, കയ്യടിയായി, ബഹളമായി, ഒക്കെ രസമായി. അതായി കഴിഞ്ഞപ്പോൾ ഓക്കെ ചെയ്യാമല്ലോ, ഒരു കോൺഫിഡൻസ് കിട്ടി. പിന്നെ അവിടെ നിന്ന് അവിടെ ഒരു പോക്കായിരുന്നു. ഞാൻ തന്നെ നമ്മുടെ നാട്ടിൽ ചെറിയ ടീമുണ്ടാക്കി, അതിന് കോമഡി കസിൻസ് എന്ന് പേരിട്ടു. ഒരു 8ഓളം വരുന്ന ആർട്ടിസ്റ്റുകളെല്ലാം അവരെല്ലാം മിമിക്രി ആയിട്ട് ഇഷ്ടപ്പെടുന്ന ആളുകളെല്ലാം ചേർന്ന് കലാഭവനിൽ അന്നുണ്ടായിരുന്ന സ്കിറ്റുകൾ പോയി പഠിക്കുകയും അത് കാസറ്റിട്ട് പഠിക്കുകയും അത് മോഷ്ടിച്ചു, അങ്ങനെ തന്നെ പറയാം, കട്ടു കോട്ടയം ഭാഷയിൽ കട്ടെടുത്ത് എന്നിട്ട് അത് കടിച്ചിട്ട് അത് കണ്ടിന്യൂസ് ആയിട്ട് കളിക്കുകയും പിന്നെ അത് 1 2 ടീമായി 3 ടീമായി പിന്നെ മിമിക്രി തുറന്നു, ഡാൻസ് വിട്ടു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഷൈജോ അടിമാലി എന്ന് പറഞ്ഞ കലാകാരൻ പെട്ടെന്ന് ഒരു പ്രോഗ്രാമിന് വരാതാവുകയും ഞാൻ അതിന് പകരം പോയി കളിക്കേണ്ട ഒരു അവസ്ഥ വന്നു. ആ പകരം പോയി കളിച്ചത് ഈ ബൈജു എന്ന് പറഞ്ഞ സ്കിറ്റാണ്. അന്ന് വിനോദിയേട്ടൻ ഉണ്ടായിരുന്നു, കടാമംഗലം നമ്മുടെ വിനോദേട്ടൻ ഇവിടെ വന്ന വിനോദേട്ടൻ ഉണ്ടായിരുന്നു. ഞാൻ കണ്ടു, എപ്പിസോഡ് കണ്ടു. അപ്പം അങ്ങനെ പോയി ഭയങ്കര അവിടെ ചെന്ന് വിനോദേട്ടനെ, അപ്പം ഞാൻ പറഞ്ഞു അവിടെ റൂമിൽ ചെല്ലുമ്പോൾ സാഹിച്ചേട്ടനുണ്ട്, വിനോദേട്ടനുണ്ട്. വിനോദേട്ടൻ പറഞ്ഞു എന്താ ചെയ്യുന്നത്, ഫസ്റ്റ് കണ്ടത് ഇവരെന്താ ചെയ്യുന്നത്, എല്ലാവർക്കും ഡൗട്ടാണ്. ഇവിടുന്ന് ട്രെയിനിൽ കയറുന്നുണ്ട്, കാരണം ഞാൻ അങ്ങനെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ എന്താ ചെയ്യുന്നത് ചോദിച്ചു, ചെയ്തു. ഇത് ചെയ്ത് കാണിച്ചപ്പോൾ അവർ ഞെട്ടിപ്പോയി, ഇത് തന്നെ കളിക്കാം എന്ന് പറഞ്ഞു. സ്റ്റേജിലത് ചെയ്തു. കാരണം ആ സമയത്ത് വിനോദേട്ടനെ, സാഹിച്ചേട്ടനെ ഇവരെല്ലാവരും ഒരുമിച്ച് പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം. സാഹിച്ചേട്ടനെ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാം പ്രശാന്തേട്ടനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ്. അപ്പോൾ വേറൊരു വ്യത്യാസം തോന്നിയില്ല എനിക്ക്. എന്നെ അന്ന് കണ്ട അതുപോലെ തന്നെ പ്രശാന്തേട്ടൻ അളയം വന്നില്ലേ, മുഹമ്മേലൊരു സ്ഥലത്ത് പരിപാടി കളിച്ചുകൊണ്ടിരിക്കുന്നു, ഗാനമേള ഇടയ്ക്ക് ഗ്യാപ്പാ. അപ്പം അന്ന് പ്രശാന്തേട്ടൻ വരില്ല, പ്രശാന്തേട്ടൻ അന്ന് സിനിമയുടെ ഷൂട്ടിങ്ങാണ്. അപ്പം ഞാൻ ചെന്ന് കളിച്ചിട്ട് തിരിച്ചിറങ്ങിയപ്പോൾ പ്രശാന്തേട്ടൻ അളിയൻ 2 അടിച്ചിട്ടുണ്ട് പുള്ളി. അവിടെ അവനെന്ത് ചോദിച്ചു, ആരാ പ്രശാന്ത് എന്ത് എന്ന് ചോദിച്ചു. അത് പ്രശാന്ത് പോയിന്ന് പറയും. ഹേയ് ഞാൻ കണ്ടല്ലേ ഇപ്പോൾ ഒരു തല്ലിക്കയറി വന്നു. വന്നു കഴിഞ്ഞപ്പോൾ പ്രശാന്തല്ല, മനോജേട്ടൻ പറഞ്ഞു, കോട്ടയത്തെ മനോജേട്ടൻ പറഞ്ഞു, പ്രശാന്തല്ല ഇവനാ കളിച്ചതെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ നോട്ടം നോക്കിയിട്ട് ഒറ്റ പോക്ക് പുള്ളി ഒന്നുമുണ്ട്, ഒരു ഡയലോഗ് പോലും ഇല്ലാതെ പുള്ളി ഇറങ്ങി ഒറ്റ പോക്ക് പോയി. അങ്ങനെ ഒരു അനുഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ശരിക്ക് മദ്യപാനിയായി വന്ന് മലയാളികളെ ചിരിപ്പിച്ചൊരു ആളാണ്. എനിക്ക് തോന്നുന്നു തത്സമയ ഒരു പെൺകുട്ടി എന്ന് പറയുന്ന സിനിമയിലേക്ക് അജീഷ് ചേട്ടൻ മദ്യപാനിയായിട്ടാണ്. അത് TK രാജീവ് സാറിനെ പോലുള്ള എത്രയും വലിയൊരു അതിൻ്റെ പ്രതിഭ അജീഷ് ചേട്ടനെ വിളിക്കണമെങ്കിൽ അതെന്തെങ്കിലും ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും അങ്ങനെ ഒരു കണ്ടിട്ട് തന്നെ വിളിച്ച് അവിടെ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു അജീഷ് ഒന്ന് ചെയ്തു നോക്ക്. അപ്പോൾ പുള്ളി എന്താണ് ഫസ്റ്റ് ചെയ്തതെന്ന് കാണുക. അല്ല ഫസ്റ്റ് ഒരു ബാറിനകത്ത സീനാണ്. ആ ഡയലോഗ് കാണണം. കൗണ്ടറിൽ കയറി നിൽക്കും, ഹലോ ഒരു കുഞ്ഞപ്പൻ അഴിച്ചേ പറയും. കാരണം അവർ ഒരെണ്ണം അഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പുറത്ത് നിന്നിട്ട് മണിമല്ല ചേട്ടൻ ഒരു ഡയലോഗ് പറയും. അവനെ എവിടെ പറഞ്ഞ എന്നാണ് പറഞ്ഞതെന്ന് വെച്ചൊരു സാധനമുണ്ട്. അത് പെട്ടെന്ന് മെമ്മറി വരുന്നില്ല, എന്നാലും അങ്ങനെ കണക്ട് ചെയ്ത് പോകുന്നൊരു സാധനമാണ്. അതായത് പുള്ളിക്കിട്ട് തല്ലണം ഞാൻ. മണിമല്ല ചേട്ടൻ തല്ലണം. എനിക്ക് പേടിയായിരുന്നു തല്ലാനായിട്ട്.
ഞാൻ രാജേട്ടൻ പറഞ്ഞ് ഇത്രയും ഇൻഡസ്ട്രിയിൽ ഇത്ര വർഷമായിട്ട് നിൽക്കുന്ന ഒരു സീനിയറല്ലേ, അപ്പം ഞാൻ പുള്ളിയെ തല്ലുന്നു ചേട്ടാ അതെന്താ കുഴപ്പം? തല്ലണം ചോദിച്ചാൽ തല്ലണം, അല്ല വേറെ കുഴപ്പമൊന്നുമില്ല. നിങ്ങളെ ക്യാരക്ടർ എന്നെ തല്ലുന്നുണ്ട്, നിങ്ങൾ തല്ലണം, ഇതിന് കുഴപ്പം, കമാ തലിക്കാം തലിക്കാം പറഞ്ഞിട്ട് ആവശ്യോ. അതൊക്കെ ഒരു ഭയങ്കര ഇൻസ്പിറേഷനാണ് നമുക്ക്. അജീഷേട്ടാ ഒരു ചെറിയൊരു കാര്യമുണ്ട്. അജീഷേട്ടൻ്റെ സ്റ്റാറുകളും അല്ലെങ്കിൽ അതുപോലെ തന്നെ സ്റ്റേജിൽ കള്ളുകൂടിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ ഈ മിന്നൽ താരത്തിനിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കുടിയായിട്ടൊന്ന് കാണിക്കും. മടുത്തിലടാ. അല്ല, എനിക്ക് 1.5 വർഷം അജീഷേട്ടൻ ഇത് കണ്ടിട്ട് കൊതിയുണ്ട്. ഞാൻ മാത്രമല്ല, ഇവിടെ പ്രേക്ഷകരെല്ലാവരും ചോദിക്കും നിങ്ങൾക്ക് ഇത് മാത്രമേ ചെയ്യാനുള്ളൂ, ഇത് മാത്രമേ ചെയ്യാൻ. അതൊരു എന്നാ പറഞ്ഞിട്ട് കാര്യമില്ല. എന്നെ വിളിക്കുന്ന അതിനാ, എനിക്ക് ജീവിക്കാൻ പച്ചരി മേടിക്കാൻ അതേ ഉള്ളൂ, വേറെ മാർഗമില്ല. അതൊന്ന് കാണിക്കാമോ? കൊതി കൊണ്ടാണ്. ശരി. ഹായ് ഹായ്. എൻ്റെ ഒരു പൊടി ജീവിതമൊക്കെ കുഴപ്പമില്ല, നല്ലതാ, സുഖമായിട്ട് പോകുന്നു. അരിയൊക്കെ മേടിക്കുന്നു. പിന്നെ നമുക്കിവിടെ കിറ്റ് കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ റേഷൻ കിട്ടുന്നുണ്ട്, എല്ലാം കിട്ടുന്നുണ്ടല്ലോ. സേഫ് അല്ലേ? സേഫ്, പക്ക സേഫ് അല്ലേ? പക്ക സേഫാ, കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്തിനാണ് നീ തൂങ്ങിച്ചാക്കാനായിട്ട് നടക്കണം? ഓ, നിമിഷ സ്ക്രിപ്റ്റ് റൈറ്ററെ. ശരി, എനിക്കൊരു പണി എന്നാൽ തിരിച്ചൊരു പണി കൊടുക്കണമല്ലോ. അതിന് തീർച്ചയായിട്ടും ഭയങ്കര അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ കള്ളുകൂടിയും ചെയ്തിട്ട്. എന്തിനാ അത് പറയാം. എന്താ എഴുതിയിരിക്കുന്നത്? മിമിക്രി ചെയ്യുക. ഇപ്പൊ ചെയ്തന്നെ അത് മിമിക്രി, അത് വേറെ, അത് മോണാക്ട് മിമിക്രി. ഇനി മിമിക്രി, യഥാർത്ഥ മിമിക്രി, അതായത് മറ്റുള്ളവരുടെ ശബ്ദങ്ങളാണ് ഞങ്ങൾക്ക് വേണ്ടത്. അത് നടന്മാരാവാം, പ്രകൃതിയാവാം, ഇഷ്ടമുള്ളത്. ഞാൻ വേദിയിൽ പണ്ട് 10-14 സ്റ്റാർ ചെയ്യുമായിരുന്നു. സ്കിറ്റ് കളിക്കാൻ എന്ന് തുടങ്ങി അന്നോട്ട് എല്ലാം പോയി. അപ്പം മൊത്തം പറഞ്ഞ് എട്ടക്കയറി നിൽക്കുവാണ്. ഇപ്പം അത്യാവശ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടിവേലു സൗണ്ട് ചെയ്യും, ബിജുക്കുട്ടൻ്റെ സൗണ്ട് ചെയ്യും, പിന്നെ നമ്മുടെ തട്ടിമുട്ടിലെ ജയകുമാരേട്ടൻ്റെ സൗണ്ട്, അങ്ങനെ കുറച്ച് നമുക്കൊന്ന് കാണാം, ഒന്നല്ലൊന്ന് കാണാം. ഫസ്റ്റ് ആരാ ചെയ്യുന്നത്? ആദ്യം ജയകുമാരേട്ടൻ്റെ വോയിസ്. തട്ടിമുട്ടിയിലെ നമ്മുടെ ജയകുമാർ അല്ലേ? ആ, മോഹനവല്ലി. അയ്യോ, അമ്മയായിരുന്നു. അമ്മയുടെ പടം അർജന്റീനയുടെ കളിക്കാരുടെ കൂടെ ഫ്ലെക്സി വെക്കണമെന്നാണ് പറയുന്നത്. 1500 രൂപ വേണം. മോഹനവല്ലി, നിൻ്റെ അനിയത്തിയുടെ കല്യാണത്തിന് ഞാനൊരു കവിത പാടട്ടെ. മാവേ മാവേ മാങ്ങാപ്പഴവേ. അല്ലേ വേണ്ട, ചീറ്റിപ്പോയാലേ. രണ്ടാമത് വടിവേലു. நாட்டு சார்கள் யாருமே காவா அடி ஆத்தி தூத்தி படியா மஸ்து மஸ்து மாப்பிள்ள மாப்பிள்ள മാപ്പ് വച്ചിട്ടയ്യ ആപ്പ്. അടിപൊളി. ഇനി രായപ്പൻ ചേട്ടൻ്റെ അജീഷ് ചേട്ടൻ നന്നായിട്ട്, ഞാനത് ആദ്യമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, കഥാപ്രസംഗങ്ങൾ അജീഷ് ചേട്ടൻ നന്നായിട്ട് ചെയ്യും അല്ലേ? കഥാപ്രസംഗങ്ങൾ ചെയ്യില്ല, രായപ്പൻ ചേട്ടൻ്റെ സൗണ്ട് ചെയ്യും, പക്ഷെ നന്നായിട്ട് അനുകരിക്കും. അതൊന്ന് കേൾക്കാം. അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടിൻ്റെ ഒരു 4 വരി പാടാം. ഉയരക്കേറും ഞാൻ കയർ കണ്ടു പ്ലാവിൻ തോപ്പിലായി കുടുക്കിട്ടു തൂങ്ങി ചാകുവാൻ മദറേ 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 30 വയസ്സെനിക്കായി 30 വയസ്സെനിക്കായി മോളിക്ക് മക്കൾ 3 അയലത്തെ വീട്ടിലെ സൂസി 3-4 പെറ്റി എന്നെ കെട്ടിക്കാൻ നിങ്ങൾക്ക് ഇനിയും പ്ലാനില്ലേ? ഒളിച്ചോടി പോണോ തൂങ്ങണോ? അടിപൊളി അടിപൊളി. ഇനി സ്റ്റാർ ഉണ്ടോ? പണി കഴിഞ്ഞു. അജീഷേറിന്റെ ഡാൻസിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു. അല്ല, ആ ഡാൻസ് അനിയനും അജീഷേറിനും കൂടെ ചെയ്തൊരു ഡാൻസ് ഉണ്ട്. അത് ഞാൻ ചോദിക്കാൻ മുമ്പ് ഒരു പണിയും കൂടെ ഉണ്ട്, അതുകൂടെ കൂടെ. എന്താണ് അടുത്ത പണി? എന്നാണ് നിങ്ങൾ പേരിട്ടിട്ടില്ല കേട്ടോ ഇതിന്? ഇല്ല, മേടാ. എന്തെന്നാ എഴുതിയിരിക്കുന്നത്? പെൺകുട്ടി അമ്മയോട് വഴക്കിടുന്നത് അവതരിപ്പിക്കുക. നിങ്ങളൊരു പെൺകുട്ടിയായിട്ട് അമ്മയായിട്ട് നിങ്ങളിപ്പോ ചേച്ചിയായിട്ട് ചേച്ചി ഒന്നും വഴക്കുണ്ടാക്കൂല നിങ്ങളെ? അല്ല, പെൺകുട്ടി അമ്മയോട് വഴക്ക്. പെൺകുട്ടി വന്നു, ഞാൻ അമ്മ എന്ത് പറഞ്ഞു വഴക്കും? അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയം പിടിച്ചു, ആ വിഷയം ഞാൻ പിടിച്ചോളാം. മോളാണ് നിങ്ങൾ. ഇപ്പൊ ഒരു കാര്യം ചെയ്യും, നീ എന്നോട് ഫോൺ യൂസ് ചെയ്യരുതെന്ന് പറഞ്ഞു. പറയും. അങ്ങനെയാണെങ്കിൽ അത് മാത്രം ഡയലോഗ് മതിട്ട്, എനിക്ക് കൂടുതൽ ഡയലോഗ് തരുന്നത്. എനിക്കറിയാം, പൊളിയെന്നറിയാം. ഓക്കെ. ഡേ സൂസി, എന്താ നീ ഫോൺ യൂസ് ചെയ്യരുതെന്നോട് ഞാൻ പറഞ്ഞല്ലേ? എനിക്ക് ഫോൺ യൂസ് ചെയ്യണ്ടേ? പിന്നെ ഫോൺ യൂസ് ചെയ്യരുത് പറഞ്ഞല്ലേ? എന്റെ ഫ്രണ്ട്സ് ഒക്കെ വിളിക്കില്ലേ? അവർക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉള്ളതല്ലേ, അതിനകത്ത് എനിക്ക് എന്തിനു ഇടണ്ടേ? ചുണ്ട് കാണിച്ച് കാണിക്കുന്നത്
അമ്മേനാണ് ചുണ്ട് കടിച്ച് അടിക്കുന്നത്. നിനക്ക് പിടിച്ചേക്കാൻ പറ്റില്ലെങ്കിൽ നീ പറഞ്ഞോ, കുഴപ്പമില്ല. ചുണ്ട് കടിച്ച് കാണിച്ചു എന്ന് പറഞ്ഞൊരു പേരിൽ വഴക്കുണ്ടാക്കണം. എന്നാ ശരി, നമുക്ക് പിടിച്ചേക്കാം. നമുക്ക് നോക്കാം. നോക്കാം, വാ. ഗ്രൂപ്പ് ഉള്ളതല്ലേ, അതിനകത്ത് എനിക്ക് മെസ്സേജ് ഇടണ്ടേ? അവരൊക്കെ ഓരോ ചോദിക്കില്ല, അതിന് മറുപടി പറയണായിരിക്കും. നിന്നോട് ഞാൻ ഇന്നലെ പോലെ പറയുന്നുണ്ട്, പഠിക്കാൻ സ്കൂളിൽ പോകുമ്പോൾ പഠിക്കാൻ വിട്ട് കഴിഞ്ഞാൽ പഠിക്കാൻ മാത്രം. ഓൺലൈൻ ക്ലാസ് അല്ലേ? ഓൺലൈൻ ക്ലാസ് ഫോൺ തന്നെ യൂസ് ചെയ്യണോ? ലാപ്ടോപ്പ് യൂസ് ചെയ്തൂടെ? ലാപ്ടോപ്പ് മേടിച്ച് വെച്ചിട്ട് കാര്യമുണ്ടോ? 24 മണിക്കൂർ അമ്മ അതിനകത്തല്ലേ, അത് കിട്ടിട്ട് വേണ്ട എനിക്ക് ചെയ്യാനായിട്ട്. ഓഹോ, ഇപ്പൊ അതാണ് നിന്റെ കുഴപ്പം. പിന്നെ അല്ലാണ്ട് അപ്പൊ നിനക്ക് ഫോണാണ് നിന്റെ പ്രശ്നം. 25,000 രൂപ കൊടുത്തല്ലേ ഞാൻ ലാപ്ടോപ്പ് മേടിച്ചത്? അത് നിനക്ക് വേണ്ടിയാണോ മേടിച്ചത്? നിനക്ക് പഠിക്കാൻ വേണ്ടി മേടിച്ചല്ലേടി? തള്ളേ, നിങ്ങളത് എന്റെ കൈ തന്നെ, എന്നാലും എനിക്കത് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായാ? നിനക്ക് ഫോൺ കിട്ടിയാലേ നിനക്ക് നിന്റെ ഇത് മാറുള്ളൂ. ആഹാ, അതേടാ, ഇതേ അജീഷേട്ടന് കൊടുത്ത ടാസ്ക്കാണ്. ഇതിപ്പോ എനിക്കാണ് പണി കിട്ടിയത്, അജീഷേട്ടനെ പണിയിട്ട് നിങ്ങൾ ആലോചിച്ചിട്ട് എൻ്റെ അടിയിൽ എഴുതിയിട്ടാൽ മതി ആർക്കാണ് പണിയിട്ട്. അജീഷേട്ടൻ എന്തായാലും സന്തോഷം. എന്തായാലും പുതിയ വിശേഷങ്ങൾ നീ പറയാനുണ്ട്, നമ്മുടെ പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടോ? എല്ലാവരോടും പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, എല്ലാ ആളുകളും പെട്ടെന്ന് തിരിച്ച് അവരവരുടെ ജീവിതത്തിലേക്ക്, ലൈഫിലേക്ക് പെട്ടെന്ന് ബാക്കപ്പായിട്ട് വരും. പക്ഷേ മിമിക്രി എന്ന് പറഞ്ഞ് ചെയ്യുന്ന കല അത് ഒരു ചെറിയ കാര്യമല്ല, വലിയ കാര്യമാണ്. മിമിക്രി മാത്രമല്ല, നമ്മുടെ സ്റ്റേജ് ഷോ ആയിട്ട് ബന്ധപ്പെട്ട എല്ലാവരും, അതായത് ഇപ്പോൾ ഈവൻ പാട്ടുകാരാണെങ്കിലും ഡാൻസേഴ്സ് ആണെങ്കിലും ലൈറ്റ് ആൻഡ് സൗണ്ടുകാർ, അങ്ങനെ ഒരു വിഭാഗം, ഒരു ഏരിയ മുഴുവൻ നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സപ്പോർട്ട്, ഒരു കൈത്താങ്ങ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ചെറിയ എന്താ പറയുക, ഒരു സപ്പോർട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് തരിക, അത്രേ ഉള്ളൂ. എന്തായാലും ഇത്രയും സമയം മിന്നും താരം എന്ന ഈ പ്രോഗ്രാമിൽ അജീഷേട്ടൻ വന്നു. അജീഷേട്ടൻ എന്തായാലും ഇത്രയും സമയം ചെലവഴിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അജീഷേട്ടൻ ആ കവിത എഴുതി അജിത്തിൻ്റെ അടുത്ത് നാട്ടിൽ മോഷ്ടിച്ചുകൊണ്ട് വന്നല്ലോ. ഞാൻ എവിടെ നിന്നാലും മോട്ടിച്ചോണ്ട് വരുള്ളൂ, കാരണം അത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും സന്തോഷം. കാരണം നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. മൂവി വേൾഡ് ഒരുക്കുന്ന കോമഡി സ്റ്റാർസ് കോമഡി ഷോ എന്ന ഈ ചാനലിൽ മിന്നും താരം എന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് മിന്നും താരമായിട്ട് കുറേ നമ്മൾ രസിപ്പിച്ചു. അജീഷേട്ടാ, എല്ലാവിധ ആശംസകൾ. പിന്നെ ജസ്റ്റിൻ്റെ കമൻറ്റുകൾ നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ അറിയാം, നമ്മുടെ പ്രേക്ഷകർ എഴുതുന്നുണ്ടത്. ഓക്കെ, എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് പുതിയ മിന്നും താരമായിട്ട് അടുത്ത ദിവസം നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.